ഇടുക്കിയിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ മൂന്നാറും വാഗമണ്ണും മാത്രമല്ല ഉള്ളത്, ഒത്തിരി അധികം അനവധി വ്യൂ പോയിന്റുകളുണ്ട്, പ്രത്യേകിച്ച് റിമോട്ട് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. ഇതിൻ്റെ പേര് പരുന്തുംപാറ വ്യൂ പോയിന്റ്. പരുന്തുംപാറ വ്യൂ പോയിന്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു 4-5 ടൗൺ, ഇടുക്കിയിലെ ടൗണുകൾ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ നേരെ കാണുന്നതാണ് പാണ്ടിപ്പാറ ടൗൺ. അതായത് നമ്മൾ ഇടുക്കിയിൽ നിന്ന്, അതായത് ചെറുതോണിയിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിലുള്ള ടൗൺ. ആ ടൗണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വ്യൂ. പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇടുക്കി ഡാമിലെ റിസർവോയർ. കണ്ട വെള്ളം കിടക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഇടുക്കി ഡാം റിസർവോയർ വരുന്നത്. അവിടെയാണ് പൈനാവ് സിറ്റി, പൈനാവ്, പിന്നെ അതിൻ്റെ താഴെ ചെറുതോണി, പിന്നെ അതിൻ്റെ താഴെ ഇടുക്കി. ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ച് കാണാൻ പറ്റും. നേരെ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോൾ മുരിക്കാശ്ശേരി ടൗണും 16-ാം ഘട്ടം, അങ്ങനെ തോപ്രാംകുടി, അങ്ങനെ അനുബന്ധിച്ച് കുറേ ടൗണുകൾ അവിടെയും കാണാൻ സാധിക്കും. ഇത് മുരിക്കാശ്ശേരി സ്കൂളാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ അധികം വേറെ ടൗണുകളും കൂടെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ പേരറിയത്തില്ല എന്നുള്ളതാണ് സത്യം. വ്യൂ ഒരു രക്ഷയില്ല. നോർമലി ഞാനിവിടെ വരുമ്പോൾ നല്ല മഞ്ഞാണ് ഉണ്ടാകാറ്. അതായത് മഞ്ഞും ലൈറ്റ് മഴയും. ലൈറ്റ് മഴ ഉള്ളപ്പോഴേക്കാണ് ഒരു ഇച്ചിരി ഭംഗി. എപ്പോഴും എന്തായാലും ക്ലൈമറ്റ് ഒരു ബാലൻസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇന്ന് മഞ്ഞില്ല. ഇവൻ വരുമ്പോൾ ഒന്നും മഞ്ഞ് കാണിയില്ലെന്നാ. അവനെ കൊണ്ട് വന്നതാണ്. അപ്പോൾ മഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓപ്പോസിറ്റ് മലയുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ മലയിലും ഈ കാണുന്ന മലയിലൂടെ നമുക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടി കറങ്ങണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ നമ്മൾ മൂന്നാറിലേക്കും വാഗമണിലേക്കൊക്കെ പോകുന്ന ടൈം ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വരാൻ പറ്റും. ഇതുപോലുള്ള റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ കൂടെയും സംഭവം അടിപൊളിയാണ്. ഇതിലെ ഒരു അഡ്വഞ്ചർ ബൈക്കോ ജീപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സെറ്റാണ്. ഞങ്ങളതിൽ ആക്റ്റീവലാണ് വന്നേ. ആ വണ്ടി ഞാനിവിടെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും എല്ലാ സ്ഥലത്തും അത് പോയില്ല. നമുക്കിവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പാറകളാണ്. ഏത് പാറയുടെ മുകളിൽ വേണമെങ്കിലും വലിഞ്ഞു കയറാം. ഇപ്പോൾ കറൻ്റ്ലി റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഫ്യൂച്ചറിലോട്ട് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എന്തായാലും സ്ട്രിക്റ്റ് ആവും. അങ്ങനെയാണല്ലോ എല്ലായിടത്തും. ഇവിടെയും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇതിലെ ബൈക്ക് ഇറക്കിക്കൊണ്ടാണ് വന്നേ. അന്ന് ഞങ്ങൾ ഈ ബാക്കി കാണുന്ന വഴിയിൽ ഉരുണ്ടൊക്കെ വീണ് ഒക്കെയാണ് കയറിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. ആ ഗ്യാങ്ങൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഓരോ വഴി കൂടെ പോയി. എനിവേ, അപ്പോൾ വരേണ്ടവർക്ക് വരാം. നിങ്ങൾക്ക് എന്തായാലും ആ ടൈം വേസ്റ്റ് ആയില്ല. 100% വർത്തായിരിക്കും. ഫൈനലായിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പാറയുണ്ട്. അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വ്യൂ എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല. സ്റ്റിൽ കയറി ഏറ്റവും ഭൂമിയുടെ മുകളിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂവും കാണിച്ചു തരാം. കണ്ടോ, 360 കറങ്ങുമ്പോൾ എല്ലാം വ്യൂ ആ. കൂടെ തന്നെ തലയും കറങ്ങുന്നുണ്ട്. ഇത്ര അടിപൊളി വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരിക. ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവരാണ് കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്ക്, അടിപൊളിയാവും. അപ്പോൾ എന്തൊക്കെയാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാഴ്ചകൾ. ഇതിൻ്റെ പോകുന്ന റോഡൊക്കെ ഒന്നുകൂടി ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ബൈ. പിടിച്ചോ ഫ്രണ്ട്. ഇങ്ങനെ ഉണ്ട്.